നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് ശനിമാറ്റമാണ്. ശനി രാശി മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത്. കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 15-ാം തീയതിയും ഇംഗ്ലീഷ് വർഷം 2025 മാർച്ച് 29 ശനിയാഴ്ച 9:44 PM ആണ് ശനി കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലോട്ട് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആ മീനരാശിയിൽ നിൽക്കുന്ന ഒരു കാലയളവുണ്ട്. അത് ഏകദേശം 2.25 വർഷം ഉണ്ട് മീനരാശിയിലുള്ള നിൽപ്പ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് മേടരാശിക്കാരുടെ കാര്യമാണ് പറയുന്നത്. മേടരാശിക്കാർക്ക് ശനി ഇപ്പോൾ അവിഷ്ടസ്ഥാനമായ 11-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഈ മാസം, അതായത് 2025 മാർച്ച് 29 ശേഷം നിങ്ങൾക്ക് 7 ശനികാലം ആരംഭിക്കുന്നു. ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവരും പ്രായമേതമന്യേ എല്ലാവർക്കും ഇത് ജാതി മത വർഗഭേദമന്യേ ഇത് ബാധകമാണ്. 7 ശനികാലം ആരംഭിക്കുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കരുതലുകൾ എടുക്കണമെന്നാണ്. കാര്യം അറിഞ്ഞാൽ ജ്യോതിഷത്തിലൂടെ നമ്മൾ അറിയുന്നു 7 ശനികാലം ആരംഭിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ മെയിനായിട്ട് തൊഴിലാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ, അതിന് കൃത്യനിഷ്ഠ പാലിക്കുക. അതായത് നമ്മൾ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ആലോചിച്ച് ചെയ്യണം എന്നുള്ളതാണ്. ആ സ്ഥാപനത്തിൽ, അത് ഗവൺമെൻറ് ജോലിയായിരുന്നാലും ശരി, പ്രൈവറ്റ് മേഖലയിലായാലും ശരി, നമ്മൾ സമയനിഷ്ഠ പാലിക്കുന്നത് ഉചിതമായിരിക്കും. അപ്പോൾ 7 ശനികാലം ആകുന്നു എന്ന് കേട്ട് ഭയപ്പെടാതെ നമ്മുടെ പ്രവൃത്തിയിലൂടെ ഇതൊക്കെ ഒരു പരിധിവരെ പരിഹരിച്ച് പോകാനായിട്ട് സാധിക്കും. അത് നമ്മുടെ വാക്ക്, വിദ്യ, പ്രവൃത്തിയാണല്ലോ ഓരോന്നും ഫലത്തിലെത്തിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നല്ല വാക്കുകൾ പറയാൻ ശ്രമിക്കുക, കൃത്യനിഷ്ഠ പാലിക്കുക. പിന്നെ ആരോഗ്യ കാര്യങ്ങൾ കൂടുതൽ കരുതലെടുക്കുക. പിന്നെ വീട്ടിൽ കുടുംബമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് പ്രായോഗിക ബുദ്ധിയിലൂടെ അതൊക്കെ പരിഹരിച്ചെടുക്കേണ്ടതാണ്. പിന്നെ ഒരു രോഗം, അതായത് ജലജന്യമായ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. മുട്ടുവേദന, കാലുവേദന, ഇടുപ്പ് വേദന. ഇനി നേരത്തെ രോഗസാധ്യതകൾ ഉള്ളവരാണെങ്കിൽ അത് രോഗം മൂർച്ഛിക്കുന്നതായും കാണുന്നു. ഭയപ്പെടേണ്ട, നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുക. പിന്നെ ദൈവഹിതത്തിനായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം ഒക്കെ മുടങ്ങാതെ ചെയ്യേണ്ടതാണ്. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ എത്ര സമയം ഇല്ലെങ്കിൽ കൂടിയും ശനിയാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തണം ആത്മാർത്ഥമായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 7 ശനികാലം അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും. പിന്നെ തൊഴിൽ, പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സമാധാനം ഉണ്ടാക്കുന്നതിനായിട്ട്, അതായത് മനസ്സമാധാനമൊക്കെ കുടുംബത്തിൽ കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എല്ലാം ഒരു ജാഗ്രതയായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ കുടുംബദേവത, ഇഷ്ടദേവതയൊക്കെ അഭയം പ്രാപിക്കുക. തൊഴിലിൽ കൃത്യനിഷ്ഠ പാലിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ അത് മൈൻഡ് ചെയ്യാതെ ഇരിക്കരുത്. ഈ വാഹന സംബന്ധിയായിട്ടൊക്കെയുള്ള കേടുപാടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 7 ശനി എന്ന് പറയുമ്പോൾ
എല്ലാ തരത്തിലും ചില ക്ഷീണാവസ്ഥകൾ, ചില സൂചനകൾ ശനി ഭഗവാൻ നമ്മളെ അറിയിക്കുന്നു. അപ്പോൾ അതിനെ ഒരു വെറുപ്പോടെ കാണാതെ, നമ്മൾ മനുഷ്യനായിട്ടുള്ള നമ്മൾ അതിനെ ഭയപ്പാടോടെ കാണാതെ ബുദ്ധി കൊണ്ടും അത് നേരിടേണ്ടതാണ്. പിന്നെ ഭക്തിയൊക്കെ മങ്ങലേൽപ്പിക്കും. അതായത് ദൈവാനുഗ്രഹം മറയ്ക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അതൊക്കെ അങ്ങനെ ദൈവാനുഗ്രഹം മറയ്ക്കുമെങ്കിലും നമ്മൾ വൈരാഗ്യം പോലെ പ്രാർത്ഥന ഒക്കെ വേണം, അതിലൊക്കെ സമയം കണ്ടെത്തണം. ഒക്കെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 7.5 ശനികാലം അതിജീവിച്ച് പോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു. എങ്കിൽ തന്നെയും നമ്മുടെ സ്വന്തം ജാതകത്തിൽ ശനിയുടെ സ്ഥാനം നല്ല സ്ഥാനത്താണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കടുത്ത വിഷമതകളോ മറ്റൊന്നും വരാൻ പറ്റില്ല, അങ്ങനെ വരാനുള്ള സാധ്യതയില്ല. എന്ന് വെച്ചാൽ ഒരാൾ ജനിക്കുമ്പോഴുള്ള അവസ്ഥയുണ്ട്. ശനി എന്ന് പറയുന്ന ഗ്രഹം ജാതകത്തിൽ ശനിയുടെ ഇഷ്ടസ്ഥാനമായ ഏറ്റവും നല്ല ഇഷ്ടസ്ഥാനമായിട്ടുള്ള 3, 6, 11 എന്നീ സ്ഥാനങ്ങളിലാണ് ശനി നിൽക്കുന്നുവെങ്കിൽ 7 ശനി എന്ന് കേട്ടിട്ട് കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെ അല്ലാത്തവർ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യനിഷ്ഠയോടെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ദൈവാനുഗ്രഹമാണ് മുഖ്യമായിട്ടും. ഭക്തിക്കുറവൊക്കെ വരും, അതൊരു പരീക്ഷണമായിട്ട് വേണം കാണാൻ. ഭക്തിക്കുറവൊക്കെ വരും, അപ്പോൾ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗമാണ്. ഇനി പറയുന്നത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകേരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് ശനി 11ലാണ് വരുന്നത്. ഇപ്പോൾ കണ്ടകശനിയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും അവിഷ്ടസ്ഥാനം, ലാഭസ്ഥാനം എന്ന് പറയുന്ന 11ലാണ് ഈ മാസം മാർച്ച് 29 മുതൽ ശനി സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. ഏറ്റവും നല്ല ഒരു സമയമായി കാണുക. ശനിയെപ്പറ്റിയുള്ള വീഡിയോ ആണ് ചെയ്യുന്നുവെങ്കിലും ഈ കൂട്ടത്തിൽ വേഴസ്ഥിതിയും പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഇടവക്കൂറെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ശനി അവിഷ്ടസ്ഥാനത്ത് വന്നിട്ടുണ്ട്, ലാഭസ്ഥാനത്ത് 2.25 വർഷം അവിടെ തന്നെ ഉണ്ടാകും. നമുക്ക് നേരത്തെ ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്ന പല കാര്യങ്ങളും കേസ് സംബന്ധിച്ചോ ഒക്കെ, അതായത് കേസ്, കോടതി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നമുക്ക് തീർപ്പ് കൽപ്പിക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അനുകൂലമായി വരും. അത് ഭൂമി സംബന്ധിച്ചായിരുന്നാലും ശരി, ഏത് കാര്യമായിരുന്നാലും ശരി, അതെല്ലാം ശരിയായി നന്നായിട്ട് നമുക്ക് അനുകൂലമായി വരുമെന്നാണ് കാണുന്നത്. അത് ഒരു സ്ഥിതിയാണ്. പിന്നെ അത് പോയിട്ട് ഈ വേഴത്തിൻ്റെ സ്ഥിതി ഈ മെയ് മാസം 14 മുതൽ നിങ്ങൾക്ക് ധനസ്ഥാനത്ത് വരുന്നുണ്ട്. ഈ ശനിമാറ്റ വീഡിയോ ആണ് പറയുന്നുവെങ്കിലും ഏറ്റവും നല്ലൊരു അവസ്ഥ ഇടവരാശിക്കാർക്ക് ഇപ്പോൾ നിലവിലുണ്ട്. അതുകൂടി പറഞ്ഞു എന്ന് മാത്രം. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മംഗളകരമായ കാര്യങ്ങൾ, ഉദ്യോഗലബ്ധി, ഭൂമി വാങ്ങുകയോ കൊടുക്കുകയോ, ക്രയവിക്രയങ്ങൾ, വിദേശയാത്ര, എല്ലാ തരത്തിലും ഉള്ള ഭാഗ്യങ്ങളൊക്കെ ഇടവരാശിക്കാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ കൂടുതൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കൈകളിലേക്ക് അനുഭവയോഗ്യമാക്കുന്നതിനായിക്കൊണ്ട് ശനിപ്രീതി, വ്യാഴപ്രീതി അങ്ങനെയാണെങ്കിൽ കാലതാമസം കൂടാതെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതാണ്. ഇനി പറയുന്നത് മിഥുനമാണ്. മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർന്നം ആദ്യത്തെ 45 നാഴിക. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് കണ്ടകശനി ആരംഭിക്കുന്നു, ഭയപ്പെടേണ്ട. അതായത് മാർച്ച് 29 ശേഷം നിങ്ങൾക്ക് ഈ ശനിമാറ്റം കണ്ടകശനി രൂപത്തിലാണ് അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ തൊഴിൽ മുഖ്യമായിട്ടും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ രംഗം, അതിന് സ്ഥാനചലനം ഉണ്ടാകാതെയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടാകണമെന്ന് നിയമമില്ല. എന്നിരുന്നാലും ആ കണ്ടകശനി സൂചനകൾ തരുന്നു. ചെറിയ ഒരു ഉലച്ചിൽ
തൊഴിൽ രംഗത്ത്. ഇനി ഗവൺമെൻറ് ജോലിയാണെങ്കിൽ ട്രാൻസ്ഫർ പോലെയുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വരും. അതിൽ പ്രൈവറ്റ് ജോബൊക്കെ ആണെങ്കിൽ അതിനൊരു സ്ഥാനചലനം ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അതുമാത്രമല്ല, പിന്നെ വാഹനം സംബന്ധിച്ച് ഒക്കെയുള്ള കാര്യങ്ങൾ, വാഹനത്തിന് കേടുപാടുകൾ വരിക, ധനനഷ്ടമുണ്ടാകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഈ കണ്ടകശനി എന്ന് പറയുമ്പോൾ 4 സ്ഥലങ്ങളിലാണ് മുഖ്യമായിട്ട് ബന്ധം വരുന്നത്. നമ്മുടെ തൊഴിൽ, വാഹനസ്ഥാനം, നമ്മുടെ കുടുംബം, പിന്നെ ഇതൊക്കെയാണ് പ്രാധാന്യം ഉള്ള 4 സ്ഥലങ്ങളാണ് അത്. അപ്പോൾ അതിലിട്ടുള്ള ദൃഷ്ടി ഒക്കെ വരുന്നത് കാരണം കണ്ടകശനി നമുക്ക് ദോഷകരം ആവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും തൊഴിലുമായി ബന്ധപ്പെട്ടും നമ്മളെ വാഹനം സംബന്ധിച്ചും പിന്നെ നമ്മളെ സ്വന്തം ഭവനം, അവിടെ സൗഖ്യം മങ്ങലേൽക്കുന്നത്, അതായത് സുഖക്കുറവ് ഒക്കെ ഉണ്ടാകുന്നത്, പിന്നെ മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളും അതുമൊക്കെ സൂചനകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കരുതൽ വേണമെന്നുള്ളതാണ്. ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ നമുക്കത് ഒരു കരുതലോടെ മുമ്പോട്ട് പോകാം എന്നുള്ളതാണ്. തൊഴിൽ അലസത, മടി, ഇതൊക്കെയാണ് ഈ ശനി ഭഗവാൻ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ മുൻകൂട്ടി കരുതി ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ അതെല്ലാം അതിജീവിക്കാനായിട്ട് പറ്റും. മെയിനായിട്ട് കൃത്യനിഷ്ഠ പാലിക്കാൻ ശ്രമിക്കുക. തൊഴിലാണല്ലോ നമ്മുടെ മുഖ്യമായിട്ടുള്ളത്. അപ്പോൾ അതിൽ കൃത്യനിഷ്ഠ പാലിക്കുക. മേലധികാരിയുടെ ശകാരത്തിനൊന്നും പാത്രമാകാതെ നമ്മൾ മുൻകൂട്ടി കരുതി, എന്ന് വെച്ചാൽ ആരെ കൊണ്ടും ഒന്നും പറയിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റവും പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഇത് നമുക്ക് ദോഷങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ശനി കർമ്മസ്ഥാനത്ത് കണ്ടകശനി രൂപത്തിലാണെങ്കിലും നിങ്ങൾക്ക് വേഴസ്ഥിതി അതുകൂടി പറയാതിരിക്കാൻ തരമില്ല. കണ്ടകശനി എന്ന് കേട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നത് കൂടി കണക്കിലെടുത്താണ് ഞാൻ വേഴത്തിൻ്റെ കാര്യം കൂടി നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നത്. ഈ മെയ് മാസം 14 മുതൽ നിങ്ങളുടെ ജന്മരാശിയിൽ വേഴം പ്രവേശിക്കുന്നു. അപ്പോൾ ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഈ മിഥുന രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. ഇനി അടുത്ത് പറയുന്നത് കർക്കിടകമാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്തിൻ്റെ അവസാന 15 നാഴിക, പൂയം, ആയില്യം. നിങ്ങൾക്ക് ശനി മാറുന്നത് 9ാം ഭാവം, ഭാഗ്യസ്ഥാനം, പിതൃസ്ഥാനം എന്ന് പറയും. അപ്പോൾ ശനി 9 ഒരു ശുഭക്ഷേത്രം, അതായത് വിഷ്ണുവിൻ്റെ ക്ഷേത്രം, വിഷ്ണുവിൻ്റെ വീട്, അവിടെയാണ് പ്രവേശിക്കുന്നത്. കൂടുതൽ കുഴപ്പക്കാരനല്ല. എന്നിരുന്നാൽ തന്നെയും ഒരു കരുതലോടെ മുമ്പോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. തൊഴിൽ അതായത് കർമ്മരംഗവും നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ കാര്യശേഷിയോടുകൂടി പ്രവർത്തിച്ച് മുമ്പോട്ട് പോകണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ അതിജീവിക്കാൻ പറ്റും. പിന്നെ ഈ കർക്കിടക രാശി സംബന്ധിച്ച് ഈ വേഴത്തിൻ്റെ ഒരു സ്ഥിതിയും കൂടി നല്ലതല്ലാതെ വരുന്നുണ്ട്. അപ്പോൾ അത് മെയ് മാസം 14 ശേഷമാണ്. അപ്പോൾ ഇത് രണ്ടവസ്ഥയും, ഈ രണ്ടവസ്ഥ എന്ന് ഉദ്ദേശിച്ചത് ശനി 9ലാണ്, കാര്യമായ കുഴപ്പമില്ല. ചില ഭാഗ്യങ്ങളും നമുക്ക് തരുന്നതായി പറയുന്നു. അതായത് പഴയ കാര്യങ്ങൾ എടുക്കുമെന്നാണ്. അതായത് നമുക്ക് കിട്ടാനുള്ള പൂർവീയമായ സ്വത്തുക്കളോ പിതൃവഴിയുള്ള സ്വത്തുക്കളോ ഒക്കെ തന്നെ കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ കേസ് വഴക്കിലൊക്കെ കിടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ തീർപ്പാവുമെന്നാണ് ശനി പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശനിയെ കൊണ്ടത് ഗുണഫലങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ ഈ വേഴസ്ഥിതി ഈ മാസം, അതായത് മെയ് 14 മുതൽ നിങ്ങൾക്ക് 12ലാണ്. 12 എന്ന് പറയുമ്പോൾ നഷ്ടസ്ഥാനം എന്ന് പറയും. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക,
ധനപരമായ കാര്യങ്ങൾ ഒരു കരുതലെടുക്കുക, കടം വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ആ വേഴം സൂചിപ്പിക്കുന്നത്. പിന്നെ സന്താനങ്ങളുടെ കാര്യങ്ങൾ, അതും അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പാഴ് ചെലവുകളൊക്കെ വരാതെ ശ്രദ്ധിക്കുന്നതുമൊക്കെ നന്നായിരിക്കും. എല്ലാം ഒരു കരുതലോടെ മുമ്പോട്ട് പോകണമെന്ന് തന്നെയാണ് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക, ശനിപ്രീതി, വേഴപ്രീതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി പറയുന്നത് ചിങ്ങരാശിയാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് ശനിയുടെ മാറ്റം അഷ്ടമത്തിലാണ്. അഷ്ടമം എന്ന് പറയുമ്പോൾ നമ്മുടെ ആയുസ്സിൻ്റെ സ്ഥാനമാണ്. ആരോഗ്യ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ സൂചിപ്പിക്കുന്നു. പ്രധാനമായിട്ട് ഇടുപ്പ്, കാല്, അങ്ങനെയുള്ള അവയവങ്ങൾ ക്ഷീണാവസ്ഥ സൂചിപ്പിക്കുന്നു. ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അനുഭവത്തിൽ വരുമ്പോൾ മതിയായ ചികിത്സ തേടുക, കാലതാമസമില്ലാതെ. അത് ശനിയെ കൊണ്ടുള്ള അവസ്ഥയാണ് പറയുന്നത്. ശനി അഷ്ടമത്തിലാണ്. എന്നിട്ട് നിങ്ങളുടെ വാക്ക്, വിദ്യ, പ്രവൃത്തി എന്നിവ അടങ്ങുന്ന സ്ഥാനത്തോട്ടുള്ള ദൃഷ്ടി. അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ തങ്ങളുടെ വിദ്യയിൽ വളരെയേറെ ശ്രദ്ധിക്കണമെന്നാണ്. പരാജയം ഉണ്ടാകത്തില്ല എങ്കിലും കരുതൽ വേണം. അപ്പോൾ അഷ്ടമശനി എന്ന് കേട്ട് ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് വേഴത്തിൻ്റെ സ്ഥിതി അനുകൂലമാണ്. മെയ് മാസം 14 മുതൽ അഭിഷ്ടസ്ഥാനമായ 11, അതായത് ലാഭസ്ഥാനം അവിടെ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏറെ ആശ്വാസകരമാണ്. നമ്മൾ വിചാരിച്ചിട്ട് നടക്കാതിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശുഭമായി വരും. മംഗളകരമായ കാര്യങ്ങൾ നടക്കും. പിന്നെ യാത്രകൾ സുഖകരമാകും. എഴുത്ത് പരീക്ഷയിൽ വിജയം. ഇതൊക്കെ തന്നെ നേരത്തെ ശനിയെ കൊണ്ട് ഞാൻ എഴുത്ത് പരീക്ഷയിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അത് ശനിയെ കൊണ്ടുള്ള അവസ്ഥയാണ്. ഇത് വേഴത്തെ കൊണ്ട് ശുഭഫലമാണ് ഉള്ളത്. അപ്പോൾ ചിങ്ങരാശിയെ സംബന്ധിച്ച് കൂടുതൽ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. എന്നിരുന്നാൽ തന്നെയും ഒരു കാര്യം കൂടി പറയുന്നു. നിങ്ങൾക്ക് ഈ വരുന്ന, അതായത് മെയ് മാസം 18 വരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ വാക്ക്, വിദ്യ, പ്രവൃത്തി എന്ന് പറയുന്ന സ്ഥാനത്ത് ഇപ്പോൾ കേതു നിലവിലുണ്ട്. ആ അവസ്ഥ നിലനിൽക്കുകയാണ് ഈ ശനിയുടെ അഷ്ടമത്തിലുള്ള പ്രവേശനം. അപ്പോൾ അത് ഒരു ദൃഷ്ടിയൊക്കെ വരുന്നതിനാൽ മെയ് മാസം 18 വരെ ചെയ്യുന്ന ഏത് പ്രവൃത്തിയായാലും, വാഹനം ഓടിക്കുന്നതായാലും ശരി, ഏത് കാര്യങ്ങളും, എഴുത്തുകുത്ത് കാര്യങ്ങളായാലും ശരി, എല്ലാം ഒരു കാര്യം. പിന്നെ നമ്മുടെ വാക്ക്, വിദ്യ, പ്രവൃത്തി, അതായത് പക്വതയില്ലാതെ ഒന്നും എടുത്ത് ചാടി ഒന്നും ചെയ്യരുതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഒന്ന് കരുതലോടെ പോയി കഴിഞ്ഞാൽ ചിങ്ങരാശിക്കാർക്ക് വേറെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ വേഴസ്ഥിതി അനുകൂലമായി വരാൻ പോകുന്നു. അപ്പോൾ നല്ല സമയം തന്നെ ആകും. ഇനി പറയുന്നത് കന്നിരാശിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര. നിങ്ങൾക്ക് ശനിമാറ്റവുമായി ബന്ധപ്പെട്ട് കണ്ടകശനി കാലമെന്ന് പറയും. അത് 2.25 വർഷത്തേക്കാണ്. അപ്പോൾ
യാത്രകൾ, പിന്നെ വാഹനമൊക്കെ ഓടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. വാഹനത്തിന് കേടുപാടുകൾ വരാം. പിന്നെ നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധ വേണം, കൃത്യനിഷ്ഠ പാലിക്കണം എന്നുള്ളതാണ്. കണ്ടകശനി വരുമ്പോഴും അങ്ങനെയുള്ള അവസ്ഥകളാണ്. ആദ്യം നമ്മുടെ തൊഴിലാണ് എന്തെങ്കിലും ഒരു ക്ഷീണാവസ്ഥ, നമ്മുടേതായ കുറ്റം കൊണ്ടാവണമെന്നില്ല. അപ്പോൾ ഏതായാലും ഒരു കരുതലോടെ ജാഗ്രതയായിട്ട് പോവുക. ആരോടും നീരസമായി പെരുമാറാതിരിക്കുക. നല്ല വാക്കുകൾ പറയാൻ ശ്രമിക്കുക. നമ്മുടെ വാക്കാണ് പല സമയത്തും നമുക്ക് വില്ലനായി വരുന്നത്. അപ്പോൾ ആ വാക്കുകളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് പരമാവധി നല്ല വാക്ക് പറയാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ശത്രുതയൊക്കെ ഒഴിവാക്കാം, ഉള്ള തൊഴിലൊക്കെ നഷ്ടപ്പെടാതെ നോക്കാം, നന്നായിട്ട് തന്നെ പോകാൻ സാധിക്കും. പിന്നെ കർമ്മരംഗമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒന്നാമതായിട്ട് കർമ്മരംഗം തന്നെയാണ് നമുക്ക് ഒരു കരുതലും ഒക്കെ എടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ശനിയാഴ്ച ഇതിൻ്റെ പരിഹാരമെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച വിശേഷ പ്രാർത്ഥന നടത്താം. പിന്നെ ശനി ഭഗവാനെ നീരാഞ്ജനം, എള്ള് പായസം, അങ്ങനെയുള്ള പിന്നെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എന്താക്കുകയാണ് അങ്ങനെയുള്ള ഇഷ്ട വഴിപാടുകളൊക്കെ ശനി ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ശനിയുടെ ദോഷം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതിനും പുറമെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടദേവത, പരദേവത ഒക്കെ തന്നെ ഉണ്ട്, കുടുംബദേവത ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ദേവതകളുടെ പ്രീതി സമ്പാദിക്കുക. ക്ഷേത്രത്തിലൊക്കെ പോകാനായിട്ടൊക്കെ മടിയൊക്കെ വരുന്ന ഒരു കാലവും കൂടിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ കണ്ടകശനി കാലം അതിജീവിക്കാൻ കഴിയും. ഇനി പറയുന്നത് തുലാമാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് ശനി 6-ലോട്ടാണ് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ കാലത്തുള്ള വിഷമതകൾ ഒക്കെ തന്നെ മാറുന്നു. ശനി നിങ്ങൾക്കിനി 6-ലോട്ടാണ് പോകുന്നത്. 6 എന്ന് പറയുമ്പോൾ നല്ല ശനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനമാണ് 6. നമുക്ക് രോഗം, ശത്രു, കടം, ദുരിതം ഇതൊക്കെ നീക്കാൻ പോകുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അതെല്ലാം പൂർണ്ണമായി ഒഴിയുന്നു. തുലാക്കൂറിനെ സംബന്ധിച്ച് ഒരു മുന്നേറ്റം തന്നെ ഉണ്ടാകും. അപ്പോൾ ശനി കൊണ്ടുള്ള മുന്നേറ്റങ്ങൾ നിലവിലുണ്ട്. ഈ മാർച്ച് 29 ആരംഭിക്കുന്നു. പിന്നെ രണ്ടാമത് വരുന്നു മെയ് മാസം 14 നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും പ്രവേശിക്കുന്നു. അപ്പോൾ തുലാക്കൂറിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു വർഷമായി തന്നെ നമുക്ക് കാണാം. ഒരു വർഷത്തേക്ക് ഏറ്റവും നല്ല കാലമാണ്. വ്യാഴത്തെ കൊണ്ടുള്ള ലാഭവും കിട്ടും. അതാണ് ഉദ്ദേശിച്ചത്. വ്യാഴത്തെ കൊണ്ടുള്ള ലാഭം നമുക്ക് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. ഈ രണ്ട് ഗ്രഹങ്ങളും അടുത്തടുത്തുള്ള മാറ്റങ്ങളാണ്. അതായത് ശനി മാർച്ച് ലാസ്റ്റ് 29 മാറുന്നു. ഈ വ്യാഴം വന്നിട്ട് മെയ് 14 മാറുന്നു. അപ്പോൾ അതും പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടവസ്ഥ, ശനിയുടെ മാറ്റവും വ്യാഴത്തിൻ്റെ മാറ്റവും എല്ലാം തന്നെ ജീവിതത്തിൽ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ഭാഗ്യ കാര്യങ്ങൾ നടക്കും. വിദേശയോഗം, ഉദ്യോഗലബ്ധി, പിന്നെ ക്രയവിക്രയങ്ങൾ എല്ലാം തന്നെ നടക്കുന്നതായി കാണുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ എത്തുന്നതിന് ശനിപ്രീതി, വ്യാഴപ്രീതി. ഇനി പറയുന്നത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന 15 നാഴിക, അനിഴം, കേട്ട. നിങ്ങൾക്ക് ശനിയുടെ മാറ്റം 5-ാം ഭാവത്തിലാണ്. 5-ാം ഭാവത്തിൽ ശനി അത്രത്തോളം ശുഭകരമല്ല.
മനസ്സിൻ്റെ സ്ഥാനം സന്താനഭാവം എന്ന് പറയും. അപ്പോൾ അത്രത്തോളം ശുഭകരമല്ല. എന്നാലും ഒരു ശുഭക്ഷേത്രത്തിലാണ്, വേഴത്തിൻ്റെ ക്ഷേത്രമായതിനാൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകില്ല എന്നുകൂടി പറയുന്നു. അപ്പോൾ 5-ാം ഭാവം, അതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സിൽ ചില വിഷമതകൾ, നിരാശകളൊക്കെ വരാൻ സാധ്യത. പിന്നെ സന്താനങ്ങളുടെ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ ചെറിയ കാലതാമസം വരും. അവരെ പഠനമായാലും ശരി, വിവാഹാദി കാര്യങ്ങളായാലും ശരി, യാത്രകളായിരുന്നാലും ശരി, ഏതു തന്നെ ആയിരുന്നാലും ചില കാലതാമസം വരുമെന്നാണ്. അപ്പോൾ എങ്കിലും നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് നേടിയെടുക്കാനും സാധിക്കും. 5-ലെ ശനി അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ശുഭക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാലാണ് ഞാൻ ഇപ്രകാരം പറയുന്നത്. ഗുണദോഷ സമ്മിശ്രപരമായിരിക്കും ശനി നിങ്ങൾക്ക് ഈ 2.25 വർഷം കൊണ്ട് അനുഭവത്തിൽ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിലവിലുള്ള സ്ഥിതി ശനിപ്രീതിയാണ്. പിന്നെ വന്നിട്ട് ഈ മെയ് 14 നിങ്ങൾക്ക് അഷ്ടമത്തിലോട്ട് വേഴം പ്രവേശിക്കുന്നു. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ ധനപരമായ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് പോകണമെന്നുകൂടി അതാണ് വേഴം പറയുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നത് ഉചിതമാണ്. ശനിപ്രീതി, വേഴപ്രീതി. അപ്പോൾ ഈ വൃശ്ചികരാശിയെ സംബന്ധിച്ച് പിന്നെ നല്ല കാര്യങ്ങളില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മുടെ ജാതകത്തിൽ, അതായത് നമ്മൾ യഥാർത്ഥ ജാതകത്തിൽ ഈ ശനി എങ്ങനെയാണ് നിൽക്കുന്നു എന്നതിനെ നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷമാണ് നിരാശയിലോട്ടൊക്കെ പോകാൻ. അതിന് ഒരു ആസ്ട്രോളജറെ കാണുന്നത് ഉചിതമായിരിക്കും. അപ്പോൾ നിലവിൽ ശനിപ്രീതി ശനിയാഴ്ച കൃത്യമായിട്ട് നടത്തുക. വേഴപ്രീതി മെയ് 14 ശേഷം വേഴപ്രീതിയും ചെയ്യുന്നത് 1 വർഷത്തേക്കാണ്. വേഴമാറ്റം 1 വർഷത്തേക്കാണ്. അപ്പോൾ അത് അഷ്ടമത്തിലോട്ട് പോകുന്നു. ഈ ശനിയുടെ ഈ 5-ലുള്ള നിൽക്കുന്ന കാലയളവ് തന്നെ അനുകൂലമായ സ്ഥിതിയും വേഴത്തെ കൊണ്ട് നമുക്ക് അനുഭവത്തിൽ വരും. അപ്പോൾ അതുകൊണ്ട് 5-ലെ ശനിയാണ്, നമുക്ക് കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ഇനി പറയുന്നത് ധനുവാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് ഈ ശനിമാറ്റം അത്ര നല്ലതല്ല. കണ്ടക ശനികാലം ആരംഭിക്കുന്നു എന്ന് പറയുന്നു. മാർച്ച് 29 മുതൽ ഇനിയുള്ള 2.25 വർഷം നിങ്ങൾ കണ്ടക ശനിയുടെ ഒരു നിരീക്ഷണത്തിലാണ്. അപ്പോൾ തൊഴിൽ രംഗം, അതാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്. തൊഴിൽ രംഗം കൃത്യനിഷ്ഠയോടെ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. നമ്മുടേതായ കുറ്റം കൊണ്ട് ആ തൊഴിലിൽ വിള്ളലുകൾ അല്ലെങ്കിൽ ദോഷം, സ്ഥാനചലനമോ എന്തെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. കൃത്യനിഷ്ഠ പാലിക്കുക. മേലുദ്യോഗസ്ഥനെ അനുസരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളായിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. പിന്നെ അത് പോയിട്ട് നമ്മുടെ വാക്ക്, ചിന്ത, പ്രവൃത്തി, ഇതാണ് പരമാവധി നല്ല വാക്കുകൾ പറയാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ആർക്കും നമ്മളോട് നീരസം തോന്നാതിരിക്കാനും ഈ ശനിയുടെ അവസ്ഥ, അതിൻ്റെ കാഠിന്യമൊക്കെ കുറയ്ക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. അതിന് ദൈവഹിതം പറയുന്നത് ശനിയാഴ്ച മുടങ്ങാതെ നീരാഞ്ജനമൊക്കെ ശനി ക്ഷേത്രത്തിൽ നടത്തുന്നതും ഉത്തമമാണ്. പിന്നെ കുടുംബകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് 4-ലെ ശനി പറയുന്നത്. മാതൃസ്ഥാനം, പിന്നെ മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പിന്നെ വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കാം.
ഇതൊക്കെ തന്നെയാണ്. പിന്നെ ധനപരമായ കാര്യങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ, അതൊന്നും അത്ര പറ്റിയ സമയമല്ല. ഇനി അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ മതിയായ രേഖകൾ നിങ്ങൾ നേടുക. ഇത് ധനു രാശിക്കാർക്ക് ശനി മാറ്റവുമായി ബന്ധപ്പെട്ട് കണ്ടകശനി കാലം എന്ന് പറയുന്നു. എന്നാൽ ഈ വേഴത്തിൻ്റെ സ്ഥിതി, ഞാനിത് പറയുന്നത് കണ്ടകശനി കാലമാണ്, നമുക്കിനി ഒന്നും നടക്കില്ല എന്ന് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ വേഴത്തിൻ്റെ സ്ഥിതി മെയ് മാസം 14 മുതൽ നിങ്ങൾക്ക് നിവൃത്തി സ്ഥാനത്താണ്. നിവൃത്തി സ്ഥാനം എന്ന് പറഞ്ഞാൽ ഏത് കാര്യം ചെയ്തിരുന്നാലും അത് വിജയപഥത്തിലോട്ട് എത്തിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നിവൃത്തി സ്ഥാനം, യാത്രാസ്ഥാനം, നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ ശുഭമാകും. അതാണ് 7 വേഴം പ്രവേശിക്കാൻ പോകുന്നു. ആ ജീവിത പങ്കാളിയുമായിട്ടും അല്ലെങ്കിൽ നല്ല ഐക്യത്തോടെ കഴിയാനൊക്കെ ഉള്ളൊരവസ്ഥ വരുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളില്ലാതിരുന്ന ആൾക്കാർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതായിട്ടും കാണുന്നു. ഇനി വിവാഹാദി കാര്യങ്ങൾ, അതും നടക്കാനുള്ള സാധ്യത. ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് യാത്ര, വിവാഹം, മംഗളകരമായ കാര്യങ്ങൾ, ഉദ്യോഗലബ്ധി, ഇതൊക്കെ തന്നെ വേഴത്തെ കൊണ്ട് നമുക്ക് ചിന്തിക്കാം. ദൈവാനുഗ്രഹം ഉണ്ട് എന്ന് വേഴത്തെ കൊണ്ട് ചിന്തിക്കാം. എന്നാൽ ഈ ശനിയുടെ ഒരു ബന്ധം ആ വേഴഗ്രഹത്തിന് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഫലം? ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ട് പോകും. പൂർണ്ണമായിട്ടും ഒരു വേഴത്തെ കൊണ്ട് നമുക്ക് ഗുണഫലം ഉണ്ടെങ്കിലും കണ്ടകശനി കാലം നിലവിൽ നിൽക്കുന്നത് കൊണ്ടും, അപ്പോൾ ഈ രണ്ടവസ്ഥയും നമുക്ക് പരിഗണിച്ച് വേണം ഒരു പ്രവചനം നടത്താൻ. അതിനാൽ ഇതിൽ സൂചിപ്പിക്കുന്നത് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ധനുരാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. ഇത് ഇത്രയൊക്കെ പറഞ്ഞുവെങ്കിലും നമുക്ക് ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. പിന്നെ ജാതകത്തിൽ ശനി നല്ല സ്ഥാനത്താണെങ്കിൽ നമ്മൾ ഈ ശനിയെ കൊണ്ടുള്ള ദോഷകാഠിന്യമൊക്കെ കുറയുന്നതാണ്. ഇനി പറയുന്ന കുംഭരാശിയാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ, ഇനി പറയുന്നത് മകരരാശിയാണ്. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാല്, തിരുവോണം, ആവട്ടത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് ശനിമാറ്റം വളരെയേറെ ഗുണപ്രദമാണ്. അതായത് ഇനി 3-ലോട്ടാണ് പോകുന്നത്. 3-ലെ ശനി എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നേറ്റമുണ്ടാകും, കാര്യങ്ങളെല്ലാം നമ്മൾ അധീനതയിലാക്കും എന്നാണ് 3-ലെ ശനി സൂചിപ്പിക്കുന്നത്. പിന്നെ നിലവിൽ നിങ്ങൾക്ക് ഈ വേഴത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ 5-ലുണ്ട്. അത് മെയ് 14 വരെ ഉള്ളൂ, അതുകൂടി സൂചിപ്പിക്കുന്നു. അപ്പോൾ അതുവരെയുള്ള സമയം ഏറ്റവും നല്ല സമയമായി കാണുന്നു. ശനിയുടെ 3-ലുള്ള അവസ്ഥ, വേഴത്തിൻ്റെ 5-ലുള്ള അവസ്ഥ, ഇത് രണ്ടും നമ്മൾ ചേർത്ത് പറയുമ്പോൾ ഏറ്റവും നല്ല സമയമാണ് ഈ മെയ് 14 വരെ. അതിനുശേഷം മോശമെന്നുള്ളതല്ല, വേഴത്തെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ അല്പം മങ്ങൽ വരും 1 വർഷത്തേക്ക്. എന്നാൽ ശനിയുടെ അവസ്ഥ നന്നായിട്ട് തന്നെ തുടരും. അപ്പോൾ ദൈവാനുഗ്രഹത്തിനായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കുന്നതിനായിട്ട് ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് കാലതാമസമൊന്നുമില്ലാതെ എത്രയും പെട്ടെന്ന് തന്നെ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും, വിദ്യാർത്ഥികൾക്കായിരുന്നാലും ശരി, മറ്റുള്ള ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും തടസ്സം ഉണ്ടായിരുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഈ 7.5 ശനി പിടിയിലായിരുന്നു.
അത് ഈ മാസം 29 7.5 വർഷത്തെ കഷ്ടതയും ദുരിതമൊക്കെയാണ് ഈ മാർച്ച് മാസം 29 മാറുന്നത്. അപ്പോൾ ഇനി കാര്യങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് നടക്കും. അതിനായിക്കൊണ്ട് ശനിപ്രീതി, വേഴപ്രീതി. ഇനി പറയുന്നത് കുംഭരാശിയാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് ശനിപ്രീതി, അതായത് ശനി നിങ്ങളുടെ ജന്മരാശിയിലായിരുന്നു, അത് മാറി 2 പ്രവേശിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 7.5 ശനിയുമായി ബന്ധപ്പെട്ട് കുംഭരാശിക്കാർക്ക് ഇനി 2.25 വർഷവും കൂടി അത് അനുഭവിച്ചാൽ മതി. എന്നാൽ തന്നെ അതിൻ്റെ ദോഷകാഠിന്യമൊക്കെ കഴിഞ്ഞു. 5 വർഷം പൂർത്തിയായത്, 5 വർഷവും ശിഷ്ടവും പൂർത്തിയായതുകൊണ്ട് കുംഭരാശിയെ സംബന്ധിച്ച് ഇനി ആ ശനിയുടെ ദോഷകാഠിന്യം കുറയുന്നതായി കാണുന്നു. അതുമാത്രമല്ല, ശനി പ്രവേശിച്ചിരിക്കുന്ന രാശി വേഴക്ഷേത്രമായതിനാൽ ദോഷം കൂടുതലായിട്ട് ഇല്ല. അപ്പോൾ നിലവിൽ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും നിങ്ങൾക്ക് ഈ മെയ് മാസം 14 ശേഷം ആഗ്രഹസ്ഥാനമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങളുടെ ഭാവം ആഗ്രഹസ്ഥാനം എന്ന് പറയും. അപ്പോൾ 5 വേഴഗ്രഹം പ്രവേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മംഗളകരമാകും എന്ന് വേഴഗ്രഹവും സൂചിപ്പിക്കുന്നു. കൂടുതൽ കുഴപ്പമില്ല. ഇനി കുംഭരാശിക്കാർക്ക് ഇതുവരെ അനുഭവിച്ച് വന്നിരുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ, ദോഷങ്ങൾ അല്ലെങ്കിൽ നിരാശ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറാൻ പോകുന്നു. അപ്പോൾ അതിനായിക്കൊണ്ട് ശനിപ്രീതി, വേഴപ്രീതി. പിന്നെ കുടുംബക്ഷേത്രം ഒക്കെ ഉള്ളവർ അതുമായി ബന്ധപ്പെട്ട് പൂജയും കാര്യങ്ങളുമൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ശനിയുടെ എന്തെങ്കിലും ദോഷങ്ങൾ യഥാർത്ഥത്തിൽ ജാതകത്തിലുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകുന്നതാണ്. ഇനി പറയുന്നത് മീനരാശിയാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാന 15 നാഴിക, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് നിലവിൽ 7.5 ശനി കാലമാണ്. അതിൽ ഇനിയിപ്പോൾ ജന്മരാശിയിൽ പ്രവേശിച്ചു. ഇനി 5 വർഷവും കൂടിയാണ് 7.5 ശനി കാലം പൂർണ്ണമാവും. 5 വർഷം. അപ്പോൾ ജന്മരാശിയിൽ 2.25 വർഷം നിൽക്കും. അപ്പോൾ സൂക്ഷിക്കേണ്ട കാലഘട്ടം തന്നെയാണ്. ജന്മത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ദൃഷ്ടി 4 സ്ഥാനങ്ങൾ അതിൻ്റെ ചുമതല വരും. അപ്പോൾ പ്രധാനമായിട്ട് കർമ്മരംഗം, പിന്നെ യാത്രാസ്ഥാനം, പിന്നെ ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, നമുക്കോ ജീവിത പങ്കാളിക്കോ ആരോഗ്യ പ്രശ്നം ഒക്കെ ഉണ്ടാകാം. പിന്നെ യാത്രകൾ എല്ലാം തന്നെ ഒരു മുൻകരുതലൊക്കെ എടുക്കുക. യാത്രയിൽ അലച്ചിൽ വരാതിരിക്കുക. അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി വിദേശത്തൊക്കെ പോകാനൊക്കെ ഉള്ള താല്പര്യമൊക്കെ വരും. അതെല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉറപ്പായ ശേഷം മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാവൂ. അല്ലെങ്കിൽ ധനനഷ്ടമായിട്ടൊക്കെ സംഭവിക്കാനും സാധ്യത. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞുവെങ്കിലും ഈ വേഴത്തിൻ്റെ സ്ഥിതി അനുകൂലമാകുന്നുണ്ട്. സുഖസ്ഥാനത്ത് വേഴം പ്രവേശിക്കാൻ പോകുന്നു മെയ് 14 ശേഷം. ശനിയുടെ ബന്ധം അവിടെ വരും. പൂർണ്ണമായും നിങ്ങൾക്ക് സന്തോഷത്തിനുള്ള ഇതല്ല. എന്നിരുന്നാലും
ഒരു പരിധി വരെ ഒരു 50% ഗുണപരമായ കാര്യങ്ങൾ ആ വേഴത്തെ കൊണ്ട് ചിന്തിക്കാം. വേഴം വന്നിട്ട് സുഖസ്ഥാനം, വാഹനസ്ഥാനം, മാതൃസ്ഥാനം, കൂട്ടുകാരുടെ സ്ഥാനം എന്നിവയൊക്കെ അടങ്ങുന്നതായ സ്ഥാനത്ത് വരുന്നു. അത് ഒരു പരിധി വരെ ശുഭകരമാണ്. എന്നിരുന്നാലും ആ ശനിയുടെ ജന്മരാശിയിലുള്ള നിൽപ്പ് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. ആ ശനി ഇങ്ങനെ ജന്മരാശിയിൽ ഉണ്ടെന്നുള്ള അറിവ് നിങ്ങൾക്കുണ്ടാവണം. ഏത് കാര്യങ്ങളും ചെയ്യുമ്പോൾ ആലോചിച്ച് വേണം ചെയ്യാൻ. എടുത്തു ചാടി കാര്യങ്ങളൊന്നും ചെയ്യരുത്. കുടുംബ ഐക്യം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നീരാഞ്ജനം പോലെയുള്ള കാര്യങ്ങൾ ശനിയാഴ്ച ചെയ്യാം. പിന്നെ വേഴപ്രീതി വ്യാഴാഴ്ച. അപ്പോൾ ഗുണദോഷ സമ്മിശ്ര ഫലമാണ് മീനരാശിക്കാർക്ക് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ 27 നക്ഷത്രക്കാരുടെയും അതായത് 12 രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരുടെ അവസ്ഥയാണ് ഈ ശനിമാറ്റത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ചിലർക്കെങ്കിലും അത് ഉണ്ടായേക്കാം. നമുക്കിപ്പോൾ നടക്കുന്ന ദശ, അപഹാരം, ഛിദ്രം, സൂക്ഷ്മം എന്നിവയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. ദോഷകാഠിന്യങ്ങൾ പറഞ്ഞ രാശിക്കാർക്ക് ദൈവാനുഗ്രഹം അവർ വർദ്ധിപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ആ ദോഷം പറഞ്ഞ രാശിക്കാർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്ന ദശ, അപഹാരം, അതുമായി ബന്ധപ്പെട്ട നല്ല അവസ്ഥകളാണെങ്കിൽ കണ്ടകശനിയൊക്കെ ആണ്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് ദോഷങ്ങൾ ഒരുപാട് വരാനായിട്ടുള്ള സാധ്യത ഇല്ല. ആ ദശ നല്ലതായിരിക്കുന്നത് കൊണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. ശനി എന്ന് പറയുന്ന ഗ്രഹത്തെ നമ്മൾ വെറുക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടത്തോടെ നമ്മൾ പ്രാർത്ഥനയും ഇഷ്ട വഴിപാടും ഒക്കെ ചെയ്യുക. കുടുംബ ദേവത, പിന്നെ ഇഷ്ടദേവത, പരദേവത എന്നീ ദേവതകളെ നമ്മൾ അഭയം പ്രാപിക്കുകയാണെങ്കിൽ ദോഷകാഠിന്യം കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മുടേതായ പ്രവൃത്തികളും അത് പരിശോധനയിൽ നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരേണ്ടതുമാണ്. അത് ശനി ഭഗവാൻ അത് സൂചിപ്പിക്കുന്നു. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ എന്തെങ്കിലും പിഴവുകളോ കുറവുകളോ ആരെങ്കിലും വിഷമപ്പെടുത്തുകയോ ധനം അപഹരിക്കുകയോ വസ്തു അങ്ങനെയുള്ള ഏത് കാര്യമാവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുനർചിന്തനം നടത്തണം, അത് പരിശോധിക്കണം എന്നുകൂടി ശനി നമ്മളെ അറിയിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ജാതക സംബന്ധമായ വിവരങ്ങൾ, അതായത് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ, ജാതകം പരിശോധിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഏത് സംശയവും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ദൈവാനുഗ്രഹത്താൽ അതിന് മറുപടി തരാനും സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാ എൻ്റെ മാന്യ പ്രേക്ഷകർക്ക്
എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. കർമ്മരംഗം നല്ലതായി പോകട്ടെ. ആഗ്രഹ സാഫല്യം തന്നെ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെ സഫലമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.